പരിചിതമായ പക്ഷികളെ കുറിച്ച് പോലും നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ വാക്കുകളെ തന്നെ ബലിക്കാട്ടുകളെ കുറിച്ചൊക്കെയുള്ള നെഗറ്റീവ് സാഹിത്യത്തിന്റെ ഇതിലൊരു സവിശേഷത എനിക്ക് തോന്നിയത് ഒരു പക്ഷി നിരീക്ഷകൻ എന്നതിനപ്പുറം ഒരു എഴുത്തുകാരൻ കൂടിയായതുകൊണ്ട് സാഹിത്യവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. പ്രകൃതി നെഗറ്റീവ് യൂറോപ്പിന്റെ കഥകളും മെലോപ്പിയുടെ കഥകളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ശേഷം ഉൾപ്പെടുത്തിയ കഥാശകലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഉടുവരുടെ കഥാശകലങ്ങൾ ഉൾപ്പെടുത്തിയാണ് ബേക്കാട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു അതിശയം തോന്നിയ കാര്യം എന്റെ ധാരണയിൽ കേരളത്തിൽ ഒരു കുയിലുകളൊന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ പുസ്തകം വായിക്കുമ്പോഴാണ് എനിക്ക് ഒന്നല്ല എന്താ തരം കുയിലുകളൊന്നും അറിയാൻ കഴിയുന്നത്. സാധാരണ കുയിലുണ്ട്, പിന്നെ ചെറുകുയിൽ, ചെങ്കുയിൽ, നാട്ടുകുയിൽ, ഇങ്ങനെ പല നാട്ടുകുയിലും തേക്കുകുയിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ പല പേരുകളിൽ ഇറക്കി ഈ കുയിലുകളെ വർഗീകരിച്ചിരിക്കുന്നു, പല ചാപ്റ്ററുകളായിട്ട് ഇരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് ഈ കുയിലുകൾ പലതരം കുയിലുകൾ ഉണ്ടെന്നുള്ളത്. അതുപോലെ ചില രസകരമായ അനുഭവങ്ങളും ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡയറക്ടർ ഫാസിൽ ഉണ്ടായിരുന്നു. ഫാസിൽ ഒരു പക്ഷേ നിരീക്ഷകനാണെന്ന് അറിയത്തില്ല, പക്ഷേ വളരെ കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവം ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ കുയില് കാക്കയുടെ കൂട്ടിലാണ് മുട്ടയിടുകയെന്ന് പങ്കുവയ്ക്കുന്നത് പറയാറുണ്ട്. ഇതറിയാവുന്ന ഒരിക്കൽ ഫാസിലെ ചിത്രത്തിന്റെ സിനിമയുടെ ക്രോണിക് ബാച്ചലറിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു മരത്തിൽ കാക്ക പൂർവ്വത്തിൽ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ കാക്ക പൂർവ്വത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ആൺകുയിൽ പറഞ്ഞിങ്ങനെ ഇതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഫാസിലിന്റെ ശ്രദ്ധയിലുണ്ട്. ഇങ്ങനെ കാക്കയുടെ കൂടിന്റെ ഇങ്ങനെ നിർമ്മിതി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് കുടികളും കമ്പുകളും കൊണ്ടുവന്ന കൈകാരികളെ കൊണ്ടുവന്ന് കാക്ക ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ കൂടിന്റെ നിർമ്മിതി സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് ഈ കുയില്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ കുയിലിന്റെ കാക്കയുടെ കൂടിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ സമയം നോക്കുന്നുണ്ട് ഈ ആൺകുയിൽ പെൺകുയിലിനെ വിളിക്കൊണ്ടുവന്നിരിക്കും. ഒരു പുള്ളിക്കുയിലുമായിട്ട് വന്നിട്ട് പുള്ളിക്കുയിലും ആൺകുയിലും കൂടി കൂടിന്റെ കാക്ക ഇല്ലാത്ത സമയം നോക്കി ആ കൂടിന്റെ ഉറപ്പൊക്കെ നോക്കുന്നത്. അപ്പോഴും ഫാസിലിന് മനസ്സിലായത് സത്യമാണ്, ഈ സമയത്ത് ശരിയാണ്. കാക്കയുടെ കുട്ടിൽ വിളിച്ച് മുട്ടയുടെ പരിപാടിയാണിത് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ക്രോണിക് ബാച്ചലറിന്റെ ഷൂട്ടിംഗ് നടന്നപ്പോൾ ഈ മാവിന്റെ തോക്കിലാണ് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ബഹളമൊക്കെ ചെയ്തു. അപ്പൊ കാക്ക എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ സേഫ് അല്ലാതെ വെച്ചാൽ ഈ ഇവിടെയെല്ലാം കുട്ടികളുണ്ട് വേറെ സ്ഥലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പൊ കുയിലിനെ തെറ്റിപ്പതാണെന്ന് അറിയില്ല, അത് വീണ്ടും കുയിലെ കാക്കയെ ഫോളോ ചെയ്തൊന്നും അറിയില്ല. ഇങ്ങനെ കുറച്ച് രസകരമായ ഒരുപാട് അനുഭവങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇതൊരു ഭാഷ വളരെ സരളമായ ഭാഷയിലാണ് നെറേറ്റീവ് നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തേക്കാവിലെ കുടുംബം പോലെ അല്ലെങ്കിൽ കുരുമുളകിന്റെ വീട് പോലുള്ള അദ്ദേഹത്തിന്റെ രചന പോലെ തന്നെ സാഹിത്യ രചന പോലെ തന്നെ നമുക്ക് വായിക്കാവുന്ന വളരെ ഹൃദ്യമായ ഒരു രചനയാണ് നമ്മുടെ പക്ഷികളെന്ന പുസ്തകത്തിലുള്ളത്. പക്ഷെ ഇത് നമ്മുടെ കുട്ടികൾ വായിക്കണം, പ്രത്യേക തലമുറ വായിക്കുന്ന കാര്യത്തിലുള്ള കുട്ടികൾ കൂടി ഈ പക്ഷികൾ തിരിച്ചറിയാൻ കഴിയണം. അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളം കുട്ടികൾ മലയാളം വായിക്കുന്നത് വളരെ അപൂർവമാണ്. നമ്മുടെ യോഗ്യത ഇംഗ്ലീഷിലേക്ക് കൂടി ഒന്ന് പരിഭാഷപ്പെടുത്തി നമ്മുടെ കുട്ടികൾ കൂടി വായിക്കാവുന്ന രീതികളെ ഈ പുസ്തകത്തിനെ ഒന്ന് വഴിമാറ്റണം എന്ന് നിങ്ങളോട് ഞാൻ നിർദ്ദേശിക്കുകയാണ്. അല്ലെങ്കിൽ മലയാളത്തിലെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്നത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ പാഠ്യപദ്ധതിയിൽ തന്നെ ഈ പുസ്തകം ഉൾപ്പെടുന്നത് നമ്മുടെ കുട്ടികൾക്ക് പക്ഷികളെ പരിചയപ്പെടാൻ സഹായകരമായി. മനംഭവത്തിൽ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രമോദ് കൃഷ്ണൻ സാറിനെ പോലുള്ളവരൊക്കെ മനംഭവത്തിന്റെ മേധാവിയായിരിക്കുന്ന കാലത്ത് സാറിനൊക്കെ ഒരുപാട് സാറിന്റെ നിയമങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നമ്മുടെ കുട്ടികൾക്ക് പക്ഷികളെ കുറിച്ച് അധികം അറിയില്ല. എന്റെ മോളുടെ കുട്ടികൾ ഇങ്ങനെ വീട്ടിൽ വന്ന് ഇപ്പൊ നിങ്ങളുടെ വെക്കേഷൻ ബോധ്യപ്പെട്ടു. അവരോട് ചോദിച്ചാൽ നമുക്ക് വളരെ പരിമിതമായ രീതിയിൽ അറിയുള്ളൂ. പക്ഷികളെ ചോദിച്ചാൽ വളരെ ഒരു 4 പക്ഷികളുടെ വീട്ടിലുള്ളതൊന്നും കുട്ടികളെ കണ്ടില്ല. പക്ഷെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ അറിയാമായിരുന്നു. നമ്മൾ വണ്ണാത്തുള്ളിലെയും മുത്താങ്കിയിലെയും കരിയിലേക്കൊക്കെ നമ്മളിങ്ങനെ കണ്ട് വളർന്നതായതുകൊണ്ടൊക്കെ എല്ലാത്തിനും പേര് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയല്ല. കുട്ടികൾക്ക് വളരെ കുറച്ച് കാക്ക അറിയാൻ, തത്ത അറിയാൻ എന്നൊക്കെ അല്ലാതെ വളരെ കുറച്ച് പക്ഷികളെ അറിയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം
അവിടെ വരുന്ന തലമുറയ്ക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒരു വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഒരു രചന നിർവഹിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ റഹീമിനെ ആശംസ അർപ്പിക്കുന്നതിനായി പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ എസ്